നാളെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേദനയോടെ പറഞ്ഞിട്ടുണ്ട്, മരച്ചില്ലകളിൽ പാറിക്കളിക്കുന്ന പക്ഷികളെ കണ്ടപ്പോ ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എനിക്ക് അള്ളാന്റെ വിചാരണ നേരിടേണ്ടി വരില്ലല്ലോ. നമ്മൾ ആലോചിച്ചു, അവർക്കൊക്കെ സ്വർഗോറപ്പാണ്, നമുക്കൊരു ധൈര്യമില്ല. എന്നിട്ട് പോലും ആ പരലോകത്തിന്റെ ചിന്ത ബോധ്യം നമ്മളിലൂടെ കടന്നു വരണില്ലെങ്കിൽ നോക്ക്, മദീനയുടെ മിമ്പറിൽ ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു, മനോഹരമായ അരുവിയുടെ ഓരത്ത് സുന്ദരമായ വെള്ളക്കൊട്ടാരം എനിക്ക് കാണിക്കപ്പെട്ടു. ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ ഉമറിനുള്ളതാണ്. ഉമറിന് ഇഷ്ടമായില്ലെങ്കിലും എന്ന് കരുതി ഞാൻ അവിടെ കയറിയില്ല. ഇത് പറയുമ്പോൾ ഒന്നാമത്തെ സഫിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. കൈകൾ ഉയർത്തി ചോദിച്ചു, ആറു അലൈക യാ റസൂലല്ലാഹ്, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ റസൂലേ? പ്രിയമുള്ളവരെ, ആ ഉമർ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം ഉറപ്പാണ്. മരിക്കണ നേരത്ത് പോലും പറഞ്ഞില്ലേ, കുത്തുകൊണ്ടിങ്ങനെ രക്തം വാർന്ന് കിടക്കുമ്പോ നോക്കി, ആകാശഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാലും പരലോകത്തെ രക്ഷപ്പെടാൻ ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട്, വാപ്പ എവിടെയാ കിടക്കുന്നത്? എന്നെ മടിത്തട്ടിലാണ്. വാപ്പാന്റെ മുഖമെടുത്ത് മണലിലേക്കൊന്ന് കിടച്ചുമോ? ഈ രക്തം വാർന്ന ഉമറിന്റെ അവസാന നിമിഷത്തിലെ കിടത്തം കണ്ടിട്ട് എന്റെ റബ്ബിന് എന്നോട് കരുണ തോന്നിയാലോ, സക്കറാത്തിന്റെ വേദനയിൽ അല്ലാഹ് ഇളവ് തന്നാലോ, പരലോകത്ത് റബ്ബെനിക്ക് റഹ്മത്ത് തന്നാലോ? ആ ഭയം അവരുടെ മനസ്സിലുണ്ട്. മലക്കുകൾ പോലും ലജ്ജിച്ച മഹാൻ, നാളെ സ്വർഗത്തിന്റെ ആളുകളിൽ മുത്തുനബി എണ്ണിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹീഹ് ബുഖാരിയിൽ കാണാം, ഇദാ വഖഫ അലാ ഖബരിൻ ബക, ഖബറിന്റെ ചാർ നിൽക്കുമ്പോൾ വല്ലാതെ കരയാൻ. കാരണം ഇവിടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടില്ല എന്ന പേടിയാണ്. പ്രിയമുള്ളവരെ, പഠിക്കാൻ, ചിന്തിക്കാൻ, ജീവിതത്തിലൂടെ പകർത്താൻ, അള്ളാന്റെ ആഖിറത്തിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കാൻ ഓരോ പ്രവർത്തനങ്ങളും ഉദ്ധാരങ്ങളും നമ്മൾ കൃത്യമായ മാതൃകയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരങ്ങളുണ്ട്. സൽക്കർമ്മങ്ങൾ ധാരാളം വാങ്ങാൻ അള്ളാന്റെ ഒരു ഭവനം നമ്മളുടെ മുമ്പിലുണ്ട്. ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.